അതിൽപ്പിള്ള ഇവിടെ നമുക്കറിയാം ഈ ദിവസങ്ങളിൽ കനത്ത മഴയാണ്. കാലവർഷം തുടങ്ങിയ 2 ദിവസത്തെ നമ്മൾ കാണുന്നത്, ഈ മണിക്കൂറുകളൊക്കെ നാളെ കാണാൻ പോകുന്നതൊക്കെ പെരുമഴയാണ്, വലിയ കാറ്റാണ്. സ്വാഭാവികമായും കടലിലെ അന്തരീക്ഷം നമ്മൾ കരയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രക്ഷുബ്ധമാണ്. രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ശ്രീ അതിൽപ്പിള്ള? ഇങ്ങനെയുള്ള ക്ലൈമാറ്റിക് കണ്ടീഷനിൽ സീ ഒരിക്കലും കാം അല്ല, സീ എപ്പോഴും കിടന്ന് ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വെൽസ് വരുമ്പം ആ സീ സർഫേസുള്ള എല്ലാ അത് ഷിപ്പായിക്കോട്ടെ എന്തോ ആണെങ്കിലും അത് മേൽപോട്ടും താപ്പോട്ടും ഒരു 3 to 4 meters എപ്പോഴും യോയിങ് ചെയ്യും, പിച്ചിങ്ങും ചെയ്യും. അപ്പോൾ ഒരു ഷിപ്പിനെ അവിടെ സ്റ്റേബിൾ ചെയ്ത് നിർത്തിയിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്ന ഭയങ്കര ഒരു ഡിഫിക്കൾട്ട് മെനുവർ. പക്ഷേ നേവിയുടെ ഷിപ്പും കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പും ഇത് ചെയ്യാൻ വേണ്ടി ട്രെയിൻഡ്, അവരിങ്ങനെയുള്ള ആക്ഷൻസ് ചെയ്തിട്ടുണ്ട് മുമ്പിൽ. അക്കോർഡിംഗ്ലി അവർ അത് അവിടെ ആക്ഷൻസ് ചെയ്തിട്ട് അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്ന സമയത്ത് ഈ ഷിപ്പിൻ്റെ ക്രൂ അല്ലെങ്കിൽ കമാൻഡിങ് ഓഫീസറിന് ആ ഷിപ്പിൻ്റെ സേഫ്റ്റിയും കൂടെ കൺസിഡർ ചെയ്യണം. ബിക്കോസ് അവിടെ ഈ ഷിപ്പിൽ നിന്നുള്ള ഡെബ്രിസും പിന്നെ അതല്ലാതെ അതിൻ്റെ കൂടെ ഉള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ ഫ്ലോട്ട് ചെയ്യുമായിരുന്നു. അത് എത്ര കണ്ടെയ്നേഴ്സ് ഉണ്ടോ അതിൻ്റെ ഒരു ഇതില്ല, പക്ഷേ അവർക്ക് കാണാൻ പറ്റി കണ്ടെയ്നേഴ്സ് അവിടെ ഉള്ളത് ഫ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ഷിപ്പിൻ്റെ സേഫ്റ്റി നോക്കി ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്യേണ്ട ഒരു കഴിവ് 3 കമാൻഡിങ് ഓഫീസേഴ്സും, കോസ്റ്റ് ഗാർഡ് ഷിപ്പിൻ്റെയും 2 ഷിപ്പിൻ്റെയും പ്ലസ് നേവിയുടെ ഷിപ്പിൻ്റെയും കമാൻഡിങ് ഓഫീസേഴ്സിൻ്റെ ഒരു സ്കില്ലും ആ ക്രൂവിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ കൊണ്ട് അറ്റ്ലീസ്റ്റ് 100% റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ദാറ്റ്സ് ആൻ അച്ചീവ്മെന്റ്. ദാറ്റ് വാസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഈ ഓപ്പറേഷൻ്റെ, കോസ്റ്റ് ഗാർഡിനും നേവിക്കും. അതിൽപ്പിള്ള ഞാൻ താങ്കൾ ശിരൂർ ദൗത്യവുമായി ആ ദിവസങ്ങൾ താങ്കളുമായി നിരന്തരം സംസാരിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. അന്ന് ഈ പറയുന്ന എന്താണ് ആ ഗംഗാവലി പുഴയ്ക്ക് താഴെയുള്ള ഒഴുക്കിനെ പറ്റിയും അതിൻ്റെ വിലയിരുത്തലെ പറ്റിയൊക്കെ ഏത് രീതിയിൽ കണക്കാക്കുന്നു, ഒഴുക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ താങ്കൾ പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെയും രക്ഷാപ്രവർത്തനം നേരിടേണ്ടി വരുന്ന, ശരിയാണ് നമ്മുടെ പൗരന്മാരൊന്നുമല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ നാട്ടിൽ വന്നവരാണ്, അവരുടെ ജീവൻ കാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. പക്ഷെ അതിൽപ്പിള്ള രക്ഷാപ്രവർത്തനത്തിന് നേരിടാനിടയുള്ള വെല്ലുവിളികളെ പറ്റി നേരത്തെ ബോധ്യമുണ്ടായിരുന്നോ? അതിനുള്ള തയ്യാറെടുപ്പ് മുന്നൊരുക്കം ഉണ്ടായിരുന്നോ? കാര്യം സമയം കുറച്ചേ ഉണ്ടായിരുന്നുള്ളല്ലോ. ഞങ്ങൾ ഈ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് തന്നെ ഒബ്ജക്റ്റീവ്സ് വരെ ക്ലിയർ ആയിരുന്നു. ആദ്യം പ്രൈമറി ഒബ്ജക്റ്റീവ് ക്രൂവിനെ രക്ഷപ്പെടുത്തുക, സെക്കൻഡ് ഒബ്ജക്റ്റീവ് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുക. അപ്പം കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സക്ഷം ഈ ഓപ്പറേഷന് പോകുന്ന സമയത്ത് തന്നെ അവർ പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷനിലാണ് പോയത്. അപ്പോൾ അതിനുള്ള എക്യുപ്മെന്റ്സും കൊണ്ട് അവർ അവിടെ ക്യാരി ഔട്ട് ചെയ്ത്. അവർക്കറിയാം അവർ അവിടെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പറ്റില്ല. ബിക്കോസ് ഇനി മുമ്പോട്ട് എന്തുവാന്നുള്ള തിരിച്ചു വന്നിട്ട് ഈ എക്യുപ്മെന്റ്സ് ലോഡ് ചെയ്തിട്ട് പോകുന്ന അത്രയും ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ട് അവർ ആ എക്യുപ്മെന്റ്സും കൊണ്ടാണ് പോയത് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ. അതുകൊണ്ട് പിന്നെ സക്ഷം ആ കോൺഫിഗറേഷനിലുണ്ട്. അത് പോരാതെ തന്നെ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയേഴ്സും പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷനിലാണ് പോയിരിക്കുന്നത്. സോ അപ്പോൾ അവർ അവിടെ അനലൈസ് ചെയ്യും, സ്പിൽ എവിടെ ഉണ്ട്, എങ്ങോട്ടാണ് ഫ്ലോ ചെയ്ത് പോകുന്നത്, അതെല്ലാം അവർ അവിടെ അനലൈസ് ചെയ്തിട്ട് അതനുസരിച്ച് അവർ അതിൻ്റെ എക്യുപ്മെൻറ്റ്സും അതിനുള്ള മെറ്റീരിയൽസും ഇതൊക്കെ അവരുടെ അടുത്തുണ്ട്. അവരതിന് ട്രെയിൻഡ്, അവരത് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഏരിയയിലുണ്ട്. ഈ 2 ഷിപ്പ്, കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയൊരു ഷിപ്പൂടെ ഉച്ചയായിട്ട് പോകുന്ന ഞാൻ അറിഞ്ഞത്. അത് ഈ സമയമാകുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ എത്തിക്കാണുക ആ സമയത്ത്. അപ്പോൾ 2 ഷിപ്പ് ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ ഡോണിയേഴ്സ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക, അനലൈസ് ചെയ്യുക. ഈ കിട്ടുന്ന ഡേറ്റാസ് എല്ലാം നമ്മുടെ വേറെ ഗവൺമെൻറ് ഏജൻസീസിനോടും ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു മൾട്ടി ഏജൻസി ഓപ്പറേഷനായിട്ട് ഇപ്പം നോക്കുകയാണ്.